കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവർ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ തിരുവചനം നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. പ്രിയമുള്ളവർ, യേശു കർത്താവ് തൻ്റെ അടുക്കൽ വരുന്ന ജനത്തോട്, ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവ് ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ പറ്റുകയില്ല. എൻ്റെ അടുക്കൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഈ വചനം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടം കൊണ്ടല്ല. നിങ്ങൾ ഈ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരായതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം കേൾക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചത്. പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ദൈവിക സ്നേഹവും കരുതലും അനുഭവിക്കുന്നവരാണ് ഇന്ന് രാവിലെ ഞാനും നിങ്ങളും എന്ന് മറന്നു പോകരുത്. കർത്താവ് പറയുക, പിതാവ് ആകർഷിക്കാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല. എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുന്നതല്ല, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. യേശുവിൻ്റെ അടുക്കൽ വരുന്ന ആളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഉത്തരവാദിത്തം ഈ ഭൂമിയിൽ തീരുന്നില്ല. യേശു കർത്താവിൻ്റെ അടുത്ത് പിതാവ് ആകർഷിച്ച് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നിങ്ങൾ പറയാം, നിങ്ങൾ യേശുവിനെ എപ്പോഴാണോ കണ്ടുമുട്ടിയത്, യേശുവിനെ നിങ്ങൾ എപ്പോഴാണോ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്, ആ സമയം മുതൽ യേശു കർത്താവ് നിങ്ങളുടെ കരം പിടിക്കുന്നു. യേശു കർത്താവ് നിങ്ങളുടെ കരം പിടിച്ചാൽ അവൻ ഉപേക്ഷിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു നാളും നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, ആരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം നിങ്ങളെ കൈവിട്ടാലും, ആർക്കൊക്കെ നിങ്ങളെ വേണ്ടെന്ന് തോന്നിയാലും, ഇന്ന് രാവിലെ യേശു കർത്താവ് പറയുക, യേശു കർത്താവിന് നിങ്ങളെ വേണം. യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു കർത്താവ് നിങ്ങളെ കരം പിടിച്ചിരിക്കുന്നു. യേശു കർത്താവ് നിങ്ങളെ ഒരു നാൾ ഉപേക്ഷിക്കുന്നില്ല, ഈ ഭൂമിയിൽ ഉപേക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രിയമുള്ളവരെ, ഈ ഭൂമിക്ക് ശേഷവും നമ്മുടെ മരണാനന്തരവും കർത്താവിൻ്റെ സംരക്ഷണത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഞാൻ നിങ്ങൾ പറയാം, നിങ്ങളെ ഈ സ്നേഹിക്കുന്ന ആരൊക്കെ ഉണ്ടെങ്കിലും, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം നിങ്ങളെ വിട്ടുപോകും, അവരെല്ലാം നിങ്ങളെ കൈവിടും. നിങ്ങളുടെ മരണത്തോടുകൂടെ, അല്ലെങ്കിൽ അവരുടെ മരണത്തോടുകൂടെ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മൾ കണ്ടാൽ അവരെല്ലാവരും കൈവിടും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, യേശു നിങ്ങളെ ഒരു നാളും കൈവിടിയല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ അവർക്ക് നിത്യജീവൻ നൽകുന്നു. അവരെ നിത്യതയിലേക്ക് എത്തിക്കുന്ന ഉത്തരവാദിത്വം കൂടെ യേശു കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് യേശുവിനെ കണ്ടുമുട്ടിയത്, യേശുവിനെ കർത്താവായി സ്വീകരിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ നന്മയാണ്, അനുഗ്രഹമാണ്. ആ യേശു കർത്താവ് നിത്യതയിലും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂടെ തുടരുന്നു. അങ്ങനെ ഒരു നല്ല സൗഹൃദം യേശുവുമായി ഇന്ന് പകലും നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ടാകട്ടെ. ആ കർത്താവിനെ അധികമായി സ്നേഹിക്കാം, കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ ഭൂമിയിലും നിത്യജീവനിലും കർത്താവ് നിത്യതയിലും ഞങ്ങളെ സ്നേഹിക്കുന്ന ആ കർത്താവിൻ്റെ ആ സ്നേഹം തിരിച്ചറിയാനും ആ കർത്താവിൻ്റെ കൂടെ വസിക്കാനും ഞങ്ങൾക്ക് കർത്താവ് തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അതിൽ സന്തോഷിക്കുന്നു. കർത്താവെ ആ നിത്യജീവൻ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും എല്ലാ സമയത്തും അനുഭവിക്കാൻ കർത്താവ് സഹായിക്കണം. യേശു കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് പകലും കർത്താവ് നമ്മളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.